ഷാരിഖ് നവാസ് ചേരുന്നു. അഞ്ചാമത്തെ ആളും മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ ഷാരിഖ് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഉത്കണ്ഠ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച് അഞ്ചാമത്തെ ആളാണ് പാലക്കാട് ജില്ലയിൽ മരിച്ചത്. മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് കരിമ്പുഴ ആറ്റാശ്ശേരി വള്ളിക്കാട്ടിൽ ജിജോ മോഹൻ 42 വയസ്സാണ്. അദ്ദേഹമാണ് ഡെങ്കിപ്പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. എന്തായാലും ഈ ആഴ്ചയ്ക്കിടെ 3 മരണമാണ് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് കരിമ്പുഴ സ്വദേശി പൊമ്പ്രയിലെ ഒരു മറിയ 62 വയസ്സ് മരിച്ചിരുന്നു. അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ഒരു 73കാരിയും മരിച്ചിരുന്നു. ഇത്തരത്തിൽ 3 പേരാണ് കഴിഞ്ഞ ആഴ്ചയ്ക്കിടെ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. എന്തായാലും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ജില്ലയിൽ ജാഗ്രത പാലിക്കണം, ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വീട്ടിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ വീട്ടിന്റെ പരിസരത്തൊക്കെ വൃത്തിയാക്കണമെന്നും അതുപോലെ തന്നെ കൊതുകടി ഏൽക്കാതെ നോക്കണമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഈ മാസത്തിൽ തന്നെ 500-ലധികം പേർ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് DMO TV റോഷ് വ്യക്തമാക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ജില്ലയിലില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും സ്വയം സൂക്ഷിക്കാനും അതുപോലെ തന്നെ കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വൃത്തിയുള്ള വെള്ളത്തിലാണ് ഇത്തരത്തിലുള്ള കൊതുകുകൾ ജീവിക്കുക, മുട്ടയിടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തീർത്തും ഒഴിവാക്കണം. അത്തരത്തിൽ കൊതുകടി ഏൽക്കാതെയും സൂക്ഷിക്കാനും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.